എടത്തുരുത്തി പഞ്ചായത്തിൽ രാമൻകുളം കുടിവെള്ള പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിലേക്ക്. ഇതിന്റെ ഭാഗമായി 5000 ലിറ്റർ വീതം സംഭരണശേഷിയുള്ള 2 ടാങ്കുകൾ സ്ഥാപിച്ചു. നേരത്തെയുള്ള പൈപ്പ് ലൈനുകൾക്ക് പുറമെ 1/2 കിലോമീറ്റർ ദൂരത്തിൽ പുതിയ പൈപ്പ് ലൈനുകളും ഉടൻ സ്ഥാപിക്കും. ഇ.ടി. ടൈസൺ എം.എൽ.എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 72 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഇതിൽ ബാക്കി വന്ന തുകയാണ് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന എടത്തുരുത്തി പഞ്ചായത്തിലെ 5, 6 വാർഡുകളിലേക്ക് വേണ്ടിയാണ് 2023 മെയ് മാസത്തിൽ പദ്ധതി നടപ്പിലാക്കിയത്. ചന്ദ്രാപ്പിനി ആലുവത്തെരുവിന് സമീപമുള്ള രാമൻകുളത്തിൽ 3.6 ഡയാമീറ്ററുള്ള കിണർ, പമ്പ് ഹൗസ്, പ്രഷർ ഫിൽറ്റർ, മോട്ടോർ പമ്പ് സെറ്റ് എന്നിവ സ്ഥാപിച്ചായിരുന്നു പദ്ധതിയുടെ തുടക്കം. ഇതിൽ നിന്നും 90 mm വ്യാസമുള്ള പൈപ്പ് 3348 മീറ്റർ നീളത്തിലും 110 mm വ്യാസമുള്ള പൈപ്പ് 204 മീറ്റർ നീളത്തിലുമിട്ട് വിവിധ പ്രദേശങ്ങളിൽ പൊതു ടാപ്പുകൾ സ്ഥാപിച്ച് കുടിവെള്ള വിതരണം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. 20,000 ലിറ്റർ വെള്ളം മണിക്കൂറിൽ പമ്പ് ചെയ്യാൻ സാധിക്കുമെന്നായിരുന്നു പ്രാഥമിക വിലയിരുത്തൽ. വാട്ടർ അതോറിറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല. എന്നാൽ പമ്പിംഗ് സമയത്ത് മുഴുവൻ ടാപ്പുകളും തുറക്കാതെ വരുമ്പോൾ മർദ്ദം താങ്ങാനാവാതെ പൈപ്പുകൾ പൊട്ടുന്നതും മറ്റും പദ്ധതിക്ക് പ്രതിസന്ധി തീർത്തു. ഇതോടെ കുടിവെള്ളം പലയിടങ്ങളിലും ലഭിക്കാതെയുമായി. പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി. ഇതോടെയാണ് സാങ്കേതിക തകരാറുകൾ നീക്കി സുഗമമായ ജലവിതരണം ലക്ഷ്യമാക്കി രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ ഇ.ടി. ടൈസൺ എം.എൽ.എ പദ്ധതി സ്ഥലം സന്ദർശിച്ചു. അടുത്ത ദിവസം തന്നെ പമ്പിംഗ് ആരംഭിക്കുമെന്ന് ഇ.ടി. ടൈസൺ എം.എൽ.എ പറഞ്ഞു. ചില രൂപമാറ്റങ്ങൾ വരുത്തി കൂടുതൽ പ്രയോജനകരമായ രീതിയിൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. 5-6 വാർഡുകളിലെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ ഇതുകൊണ്ട് കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. ഒപ്പം തന്നെ ആവശ്യപ്പെട്ട മറ്റ് സ്ഥലങ്ങൾക്ക് പുതിയ വാട്ടർ പൈപ്പുകൾ കണക്ഷൻ കൊടുക്കാനും തീരുമാനമായിട്ടുണ്ട്. അതും ഇതിനോടൊപ്പം നടക്കും. ഏകദേശം 500 മീറ്റർ സ്ഥലത്താണ് പുതിയ ലൈൻ വലിക്കുന്ന ഏർപ്പാട് കഴിഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ ഈ ടാങ്കിൻ്റെ പണി ഇന്നത്തോടു കൂടി മിക്കവാറും പൂർത്തീകരിക്കാൻ കഴിയും. നാളെയോ മറ്റന്നാളോ തൊട്ടടുത്ത ദിവസങ്ങളായി നമുക്ക് ഇവിടെ നിന്ന് വെള്ളം നമുക്ക് ചാല ആക്കാൻ കഴിയുന്ന സ്ഥിതിയിലുണ്ട്. നമുക്കിതൊക്കെ പ്രാദേശികമായ ഒരു ആസൂത്രണ പ്രക്രിയയിൽ ഒരു വലിയ പങ്ക് വഹിക്കേണ്ടതുണ്ട്. നാട്ടിലെ ജലം സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. നമുക്കാവശ്യമായ വെള്ളം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതിന് പകരം നമ്മുടെ നല്ല കുളങ്ങളും അതുപോലെ ബന്ധപ്പെട്ടതിനെ ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ കഴിയണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതനുസരിച്ചുള്ള പരിപാടികൾ ആണ്. എല്ലാവരുടെയും സഹകരണം ഉണ്ടായാൽ എനിക്ക് തോന്നുന്നു ഇതുമാത്രമല്ല, ഇനിയും പല സ്ഥലങ്ങളിലും ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് വിജയകരമായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എടത്തുരുത്തി പഞ്ചായത്തിന് ആവശ്യമായ എല്ലാ രീതിയിലുള്ള പ്രോത്സാഹനം, അതിനാവശ്യമായിട്ടുള്ള സഹായം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ എന്നിവരും എം.എൽ.എക്കൊപ്പം ഉണ്ടായിരുന്നു. മുഗൾ ജ്വല്ലറി, സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിലും. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്. 1000 രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല. ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. 10 പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ. ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്. പൊന്നിൽ തീർത്ത 3 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് തൃപ്രയാർ. You're watching True Line News.